ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് 1970 മാർച്ച് 16-ന്. യോഗ്യതാപ്രായമായ 25 തികയാൻ 2 ദിവസം കൂടി ബാക്കി. 18-ന് 25 തികഞ്ഞ അബൂബക്കർ 20-ന് നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് മേപ്പയൂരിലെ വീട്ടിലിരുന്ന് അബൂബക്കർ 44 വർഷം മുമ്പത്തെ തിരഞ്ഞെടുപ്പ് ഓർക്കുകയാണ്. മാർച്ച് 16-ന് എനിക്ക് 25 വയസ്സാകുന്നില്ല. 1970 മാർച്ച് 18-ന് മാത്രമേ എനിക്ക് 25 വയസ്സാവുള്ളൂ. അതുകൊണ്ട് നോമിനേഷൻ കൊടുത്തത് മാർച്ച് 20-നാണ്. എതിർ സ്ഥാനാർത്ഥി ഗംഗാധരൻ പരാതി നൽകിയെങ്കിലും സ്വീകരിക്കപ്പെട്ടില്ല. നോമിനേഷൻ തന്നെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ട് എം പി ഗംഗാധരൻ്റെ ഒരു ലോയർ വന്നിട്ട് സ്വീകരിക്കാൻ പാടില്ല, ഇലക്ഷൻ നടത്തുന്ന വർഷം ജനുവരി 1-ന് 25 വയസ്സ് തികയണം. അപ്പോൾ എൻ്റെ ലോയർ സീക്കോയ് ആയിരുന്നു. സീക്കോയ് പറഞ്ഞു അങ്ങനെ യാതൊരു ജനപ്രാതിനിധ്യ നിയമത്തിൽ അങ്ങനെ യാതൊരു പ്രൊവിഷനുമില്ല. വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രൊവിഷനുണ്ട്. വോട്ട് ചെയ്യാനുള്ള പ്രായം വോട്ടിംഗ് നടക്കുന്ന വർഷം ജനുവരി 1-ന് തികഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. 4000-ൽ പരം വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും കുഞ്ഞാലി നേടിയതിനേക്കാൾ 15 വോട്ട് അധികം നേടാനായി. കുഞ്ഞാലി വിജയിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ലീഗ് അബൂബക്കർ മത്സരിക്കുന്ന കാലത്ത് എതിർപക്ഷത്തായി. തിരഞ്ഞെടുപ്പിന് ശേഷം കോളേജ് അധ്യാപന രംഗത്ത് കടന്ന അദ്ദേഹം അധ്യാപക യൂണിയൻ നേതാവായി തുടർന്നു. വിരമിച്ചതിന് ശേഷം പിന്നാക്ക വികസന കമ്മീഷൻ അംഗമായും കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചു. കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനോട് ചേർന്ന കേളുവേട്ടൻ സ്മാരക പഠന കേന്ദ്രം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. കവിതയും ലേഖനങ്ങളും എഴുതുന്നു, ഒപ്പം പഠനവും. ക്യാമറ പേഴ്സൺ CP അനൂപിനൊപ്പം ഇർഷാദ് പഠന, മീഡിയ 1 കോഴിക്കോട്.